പക്ഷേ വിധി ചതിച്ചു. അല്ല, അധികാരികളുടെ മൗനം, ഈ പാവപ്പെട്ട കുടുംബത്തിന് നേരെയുള്ള കണ്ണടയ്ക്കൽ ആ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിയിട്ടു. വീടിന്റെ കഴിക്കോല് വന്ന് തലയിൽ വീണതാ. കുഞ്ഞ് സ്പോട്ടിൽ മരിച്ചു. മക്കളെ വാ. വേണ്ട മാഡം, കയറണ്ട. വീടിന്റെ അവസ്ഥ അത്രയ്ക്ക് പരിതാപകരമാണ്. അറിയൂ, പുതിയൊരു വീടിനു വേണ്ടി ഇവരിനി കയറാത്ത ഓഫീസുകളില്ല മാഡം. ഇതിപ്പോ ഈ സ്ഥലം ഇവരുടെ പേരിലുള്ളതാണോ? അല്ല, പുറമ്പോക്ക, പട്ടയം ആയിട്ടില്ല. ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഉദ്യോഗസ്ഥർ തന്നെയാ നീട്ടിക്കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവർക്ക് എന്ത് കിട്ടി? ഒരു ജീവൻ നഷ്ടപ്പെട്ടു, അത്ര തന്നെ. പപ്പി, സത്യ, എന്റെ ചേച്ചി. കരയേണ്ട ദീപു. കരയേണ്ട ദീപു, കരയാതെ. കണ്ടില്ലേ ഞങ്ങളുടെ അവസ്ഥ? മോളോ പോയി. എനിക്കിനി മോനെങ്കിലും മരണഭയം ഇല്ലാതെ കിടത്തി ഉറക്കാൻ കഴിയണം. രാവിലെ എണീറ്റ് സ്കൂളിൽ പോണം, ക്ലാസ് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കിടന്നതല്ലേ എന്റെ കുഞ്ഞ്. ഇങ്ങനൊരു ദുരന്തം വന്ന് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന ഞാൻ അറിഞ്ഞില്ല. എന്റെ ദൈവമേ, ഒന്ന് നിലവിളിക്കാൻ പോലും എന്റെ കുഞ്ഞിനായില്ല. നിങ്ങൾ അകത്തേക്ക് പൊക്കോളൂ, ഇവരങ്ങ് അകത്തോട്ട് കൊണ്ടുപോകും. കണ്ടില്ലേ മാഡം, ഈ വീട്ടിൽ താമസിച്ചാൽ ആ കുട്ടിയുടെ ജീവനും അപകടമാണ്. മാഡത്തിന് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ ഒക്കുമെങ്കിൽ ചെയ്തു കൊടുക്കണം. വലിയ പുണ്യം കിട്ടും. നോക്കട്ടെ, പട്ടയത്തിന്റെ കാര്യം ഞാനൊന്ന് നോക്കട്ടെ. എന്നിട്ടേ നമുക്ക് വീടിന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. എന്തായാലും ഉടനെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഏട്ടൻ കിടക്കുന്നില്ലേ? നീ കിടന്നോ? ഏട്ടൻ എന്താ ഈ ആലോചിച്ച് കൂട്ടുന്നത്? സ്ത്രീകളെ മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് എത്രയോ ശരിയാണ്. ഞാനൊരിക്കലും കരുതിയിരുന്നില്ല ഡെയ്സി എന്നോട് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറുമെന്ന്. എന്നെ ഇത്രമാത്രം അപമാനിക്കാനും ദ്രോഹിക്കാനും എങ്ങനെ മനസ്സ് വന്നു? ഞാൻ അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നല്ലേ? ഇഷ്ടപ്പെട്ടിരുന്നതല്ലേന്ന്. അപ്പോ ഇപ്പൊ അല്ല. അത് തന്നെയാ കാരണം. ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നവര് പിരിയുമ്പോ ചിലർക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പോ മനസ്സ് പിടിച്ചാ കിട്ടുന്നിടത്ത് നിക്കണമൊന്നുമില്ല. അവരപ്പോ പ്രതികരിക്കും. അത് നല്ലവണ്ണം പ്രതികരിക്കും. ഇവിടെയും സംഭവിച്ചത് അതൊക്കെ തന്നെയാ. ചന്ദ്രേ, നീ പറഞ്ഞു വരുന്നത് ഡെയ്സിയെ കുറിച്ച് തന്നെയാ. എവിടെയോ വായിച്ചറിഞ്ഞ ഒരു വാചക എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. 1000 മുറിവുകൾ ഒരു പക്ഷെ വേദനിപ്പിക്കില്ല, എന്നാ പ്രിയപ്പെട്ടവരുടെ ഒരു മൗനം അതു മതി ഒരു ജന്മം മുഴുവൻ വേദനിക്കാൻ. ആ അവസ്ഥ തന്നെയായിട്ടാ ഇപ്പൊ ഡെയ്സി ഉള്ളത്. ഏട്ടന് ചിലപ്പോ അത് മനസ്സിലാവണമെന്നില്ല, പക്ഷേ എനിക്കിന്നത് മനസ്സിലാവും. കാരണം ഞാൻ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതാ. ഡെയ്സി ആത്മാർത്ഥമായിട്ടാ ഏട്ടനെ ഇഷ്ടപ്പെട്ടിരുന്നത്. പെട്ടെന്ന് ആ ഇഷ്ടം തിരിച്ചു കിട്ടാതായപ്പോ അവളുടെ മനസ്സ് തകർന്നു.
ഇങ്ങനെ പോയാ തീർച്ചയായും ഒരു മുഴുഭ്രാന്തി. ഡേസിക്ക് വരാൻ പോകുന്നതും അങ്ങനെ ഒരു ദുരന്തം തന്നെയായിരിക്കും. നമ്മള് തന്നെ അതും കാണേണ്ടി വരൂ ഏട്ടാ. നീ ഇപ്പോ എന്താ ഈ പറഞ്ഞു വരുന്നത്? എന്തിനാ ഡേസി ഏട്ടനെന്നും അകറ്റി നിർത്തിയത്? അതിനെന്തെങ്കിലും ഒരു കാരണം പറയാൻ ഏട്ടനുണ്ടോ? മോളെ, അത് പിന്നെ പെണ്ണിന്റെ മനസ്സിന്ന് സ്നേഹവും പ്രണയവും ഒക്കെ നഷ്ടമായ പിന്നെ അത് പിന്നെ പകയായിട്ടൊക്കെ മാറും ഏട്ടാ. ഡേസിക്ക് ഏട്ടനോട് പക തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഏട്ടൻ തന്നെയാ.